ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജയ റെസിപ്പിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഊണ് കഴിക്കാൻ പാകത്തിനും അതേപോലെ ചപ്പാത്തി, പൊറോട്ട, അപ്പം പോലുള്ള എല്ലാവിധ ഡ്രൈ പാക്കുകളിലൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂണുകറിയാണ്. സാധാരണ കൂണുകറിയൊക്കെ വെക്കുമ്പോൾ ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കൂണുകറി ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്താം. അതേപോലെ ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിനായിട്ട് ഒരിക്കലും വെളിച്ചെണ്ണ എടുക്കരുത്, റിഫൈൻഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഓയിൽ എടുത്താൽ മതി. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഒരു കഷ്ണം കറുകപ്പട്ട, 3 ഏലക്കായ, 3 ഗ്രാമ്പു ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കൂടാതെ 1/2 ടീസ്പൂൺ സാധാരണ ജീരകം ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് സ്റ്റൗവിന്റെ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഒരു 10-15 സെക്കൻഡ് ഇതേപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മീഡിയം സൈസ് 1.5 സബോള ഫൈനായി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത സബോളയുടെ കളറൊക്കെ മാറി ഒന്ന് മൂത്ത് കിട്ടണവരെ മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത സബോള ആവശ്യത്തിന് മൂത്ത് നല്ലൊരു ഗോൾഡൻ കളറായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതേപോലെ 2 പച്ചമുളക് നീളനെ കീറിയത് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മീഡിയം സൈസ് 2 തക്കാളി മിക്സിയിലിട്ടൊന്ന് അടിച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി തിളച്ചു തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൂത്ത് നല്ല മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്തെടുത്ത കൂണ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 250 ഗ്രാം കൂണ് എടുത്തിട്ടുണ്ട്. മഷ്റൂം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നമ്മുടെ ഈ കൂണുകറി ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ വേവിച്ച് തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ കൂണുകറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അടച്ചു വെച്ച് വേവിച്ചാറുന്ന സമയത്ത് 2-3 പ്രാവശ്യം ഞാൻ തുറന്നു കൊടുത്ത് ഇളക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ എല്ലാവരും ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ഈ സമയത്ത് ഇതിൻ്റെ ലിക്വിഡിൻ്റെ അളവൊക്കെ നോക്കുക. കൂടുതൽ ലിക്വിഡായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അവസാനമായിട്ട് അല്പം മല്ലിയില ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഒരു സെർവിങ് ഡിഷിലോട്ട് പകർത്താം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കൂണുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ചോറിൻ്റെ കൂടെ മാത്രമല്ല എല്ലാവിധ ഡ്രൈ പാക്കിലൂടെയും നിങ്ങൾക്ക് ഇത് കഴിക്കാം. അപ്പോൾ എല്ലാവരും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ കൂണുകറി ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ റെസിപ്പിയുടെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.